വർഗീയ പരാമർശത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച് സജി ചെറിയാൻ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് മന്ത്രി. വിശദീകരണം LDF-ൽ നിന്നടക്കം സമ്മർദ്ദം ശക്തമായതിന് പിന്നാലെ മന്ത്രിക്കെതിരെ പ്രമേയവുമായി സമസ്ത. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധനയിൽ നിർണായക കണ്ടെത്തലുമായി ED. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ നടന്നത് വൻ ക്രമക്കേട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന് ബോർഡ് ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു. പ്രതികൾ തട്ടിപ്പിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടി ഉടൻ തുടങ്ങും. നിർണായക SNDP യോഗം ആലപ്പുഴയിൽ പുരോഗമിക്കുന്നു. NSS ഐക്യം മുഖ്യ ചർച്ചാ വിഷയം. SNDP NSS ഐക്യത്തിൽ വിവാദ പ്രസ്താവനയുമായി സമസ്ത നേതാവ്. ഐക്യം മുസ്ലിം വിരോധത്തിന്റെ പേരിലെന്ന് നാസർ ഫൈസി കുണ്ടത്തായി. സൗഹൃദമുണ്ടാവട്ടെ, കെട്ടിച്ചു കൊടുക്കാൻ പോലും കുടുംബബന്ധം ചേർക്കാൻ പോലും ഐക്യം പ്രകാരം മാറ്റിനിർത്തപ്പെടുന്നവർ മുസ്ലിം വെറുപ്പിന്റെ പേരിൽ ഐക്യപ്പെടുന്നത് ശരിയല്ല. ദീപകിന്റെ ആത്മഹത്യയിൽ ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ്. ബസിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. പ്രതി ഷിംജിത ഒളിവിൽ തുടരുന്നു. കുടുംബത്തിന് സഹായധനം കൈമാറി മെൻസ് അസോസിയേഷൻ. അധികാരികൾ ഈ ദൃശ്യങ്ങൾ കാണണം. 2 വർഷമായി ഈ മനുഷ്യൻ താമസിക്കുന്നത് കക്കൂസിൽ. ഗതികേട് ജീവിച്ചിരുന്ന ഷെഡ് പൊളിഞ്ഞു വീണതോടെ നഗരസഭ ഇടപെട്ട് സദാനന്ദന് വീട് വെച്ച് നൽകണമെന്ന് നാട്ടുകാർ. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം ശക്തം. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങളോട് നാട്ടിലേക്ക് മടങ്ങാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം. തീരുമാനം സുരക്ഷാ സാഹചര്യം വഷളായതിനെ തുടർന്ന് ഹൈക്കമ്മീഷന്റെ സേവനങ്ങൾ തുടരും. ഗ്രീൻലാൻഡ് വിഷയത്തിൽ യൂറോപ്പും അമേരിക്കയും അകലുന്നു. ഫ്രാൻസിനെതിരെ അധിക ചുങ്ക ഭീഷണിയുമായി ട്രംപ്. ചൈനയെ സ്വാഗതം ചെയ്ത് മാക്രോൺ. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനെന്ന വാദം ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ്.